നമസ്തേ. മുരുകഭക്തരുടെ പോരാട്ടം ഫലം കണ്ടു. വിജയ് സർക്കാരിന് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി. തിരുപ്രംകുൻട്രം മലമുകളിലെ കാർത്തിക ദീപം ഇനി തെളിയുമോ? ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ ദീപം തെളിയാൻ കോടതി പച്ചക്കൊടി കാട്ടിയതോടെ ആരാധനാ സ്വാതന്ത്ര്യവും ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളും വീണ്ടും ദേശീയ ചർച്ചയാകുകയാണ്. വർഷങ്ങളായി വിശ്വാസത്തിന്റെ പ്രതീകമായി കത്തിയിരുന്ന കാർത്തിക ദീപം അണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ മുരുകഭക്തർ നിയമപോരാട്ടം തെരഞ്ഞെടുത്തു. ഇപ്പോൾ ആ പോരാട്ടത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് കരുത്തുറ്റ പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേ ഹർജി തള്ളിയതോടെ തിരുപ്രംകുൻട്രം വീണ്ടും രാജ്യശ്രദ്ധയാകുകയാണ്. ദീപം തെളിയുന്നത് തടയാനാകില്ല എന്നതാണ് തമിഴ്നാട് സർക്കാരിന് സുപ്രീം കോടതിയുടെ ശക്തമായ മറുപടി. തിരുപ്രംകുൻട്രം ദീപം തെളിയിക്കൽ കേസിൽ മുരുകഭക്തരുടെ വിജയം, സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കോടതിയെടുത്ത നിലപാട് എന്താണ്? തിരുപ്രംകുൻട്രം മലമുകളിലെ കാർത്തിക ദീപം തെളിയിക്കുന്നത് തടയണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കാതെയാണ് കോടതി തീരുമാനമെടുത്തത്. മുരുകഭക്തർ ഇതിനെ ചരിത്ര വിജയമായി വിശേഷിപ്പിക്കുമ്പോൾ ആ വിധി ആരാധനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വഴി തുറക്കുകയാണ്. മധുരയിലെ തിരുപ്രംകുൻട്രം മലമുകളിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ചു. ഇതോടെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിൽ തുടരും. അതേസമയം കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായിട്ട് ഹർജിക്കാരനായിട്ടുള്ള രാമരവികുമാർ, മധുര ജില്ലാ കളക്ടർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, തമിഴ്നാട് വഖഫ് ബോർഡ് എന്നിവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ ദീപത്തൂൺ സ്ഥിതി ചെയ്യുന്ന പ്രദേശം സിക്കന്ദർ ബദുഷ ദർഗയ്ക്ക് സമീപമുള്ള അതീവ സെൻസിറ്റീവ് മേഖലയാണെന്നും അവിടെ ദീപം തെളിയിക്കാൻ അനുമതി നൽകുന്നത് നിയമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നുമാണ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഹൈക്കോടതി വിധി തടയേണ്ട സാഹചര്യമില്ലെന്നാണ് സുപ്രീം കോടതിയുടെ പ്രാഥമിക നിലപാട്. മുരുകഭക്തരുടെ ആചാരാവകാശങ്ങൾ തടയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതിയിൽ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി നേരത്തെ ഭക്തരുടെ ആരാധനാ അവകാശം സംരക്ഷിച്ചുകൊണ്ട് ദീപം തെളിയാൻ അനുമതി നൽകിയിരുന്നു. മതപരമായ ആചാരങ്ങൾ സമാധാനപരമായി നടത്താൻ ഭരണകൂടം ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന്റെ അപ്പീലിൽ സ്റ്റേ അനുവദിക്കാതിരുന്നതോടെ ഹൈക്കോടതി വിധിക്ക് നിലവിൽ നിയമസാധുത തുടരുകയാണ്. കേസിൽ എതിർകക്ഷികളുടെ മറുപടി ലഭിച്ച ശേഷം സുപ്രീം കോടതി തുടർവാദം കേൾക്കും. ഈ കേസിലെ സുപ്രീം കോടതിയുടെ നിലപാട് ആരാധനാ സ്വാതന്ത്ര്യം, പൈതൃക സ്ഥലങ്ങളുടെ ഉപയോഗം, പൊതുസമാധാനം എന്നീ വിഷയങ്ങളിൽ നിർണായകമായ നിയമപരമായ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി നമുക്ക് നോക്കാം, തിരുപ്രംകുൻട്രം ദീപം തെളിയിക്കൽ കേസ് എന്താണ്, ആ ഒരു വിവാദം, കോടതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള സമഗ്രമായ വിവരങ്ങൾ. തമിഴ്നാട്ടിലെ മധുര നഗരത്തിന് സമീപമുള്ള തിരുപ്രംകുൻട്രം ഹിന്ദുമത വിശ്വാസികൾക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഭഗവാൻ മുരുകന്റെ 6 പടയ വീടുകളിൽ 6 വിശുദ്ധ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുപ്രംകുൻട്രം മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതെ, മലമുകളിൽ സിക്കന്ദർ ബാദുഷ ദർഗയും സ്ഥിതി ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി ഈ പ്രദേശം വിവിധ മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ വർഷങ്ങളായി സമാധാനപരമായി നടന്നു വന്നിരുന്നുവെന്ന് ഹിന്ദു സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ അവകാശപ്പെടുന്ന കാർത്തിക ദീപം തെളിയിക്കുന്ന ആചാരം കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് വലിയ നിയമവിവാദത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതാണ് പിന്നീട് തിരുപ്രംകുൻട്രം ദീപം തെളിയിക്കൽ കേസ് എന്ന പേരിൽ രാജ്യവ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. എങ്ങനെയാണ് ഈ വിവാദം ആരംഭിച്ചത്? ഹിന്ദു വിശ്വാസപ്രകാരം കാർത്തിക മാസത്തിലെ വിശേഷ ദിവസത്തിൽ തിരുപ്രംകുൻട്രം മലയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദീപത്തൂണിൽ മഹാദീപം തെളിയിക്കുന്ന ആചാരം പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ മലമുകളിൽ ദർഗയും ഉള്ളതിനാൽ ദീപം തെളിയിക്കുന്നത് നിയമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന നിലപാടാണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദീപം തെളിയിക്കാൻ സർക്കാർ അനുമതി നിഷേധിച്ചു. അന്ന് സ്റ്റാലിൻ സർക്കാരായിരുന്നു. സർക്കാരിന്റെ തീരുമാനം ഹിന്ദു സംഘടനകളും വിശ്വാസികളും ഒക്കെ ശക്തമായിട്ട് എതിർത്ത് രംഗത്ത് വന്നു. ഇതൊരു മതാചാരത്തെ തടയുന്നതാണെന്നും പാരമ്പര്യ അവകാശം നിഷേധിക്കുന്നതാണെന്നും അവർ ആരോപിച്ചു. തുടർന്ന് ഹിന്ദു തമിഴർ പാർട്ടി നേതാവ് രാമരവികുമാർ ഉൾപ്പെടെയുള്ളവർ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിച്ചു. ഹർജി പരിഗണിച്ച് സിംഗിൾ ബെഞ്ച് ദീപം തെളിയിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടു. പതിവ് ആചാരമാണെങ്കിൽ അത് തടയാൻ സർക്കാരിന് വ്യക്തമായ കാരണങ്ങൾ തെളിയിക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചു.
സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വാദം സർക്കാർ വീണ്ടും ആവർത്തിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക നിരീക്ഷണം. കേസ് പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല. വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ദീപം തെളിയിക്കൽ ചടങ്ങ് എങ്ങനെ വലിയ നിയമ സമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതി ചോദിച്ചു. സർക്കാർ ഉന്നയിച്ച ആശങ്കകൾക്ക് മതിയായ തെളിവുകളില്ലെന്നും കോടതി വിലയിരുത്തി. മതസ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശമാണെന്നും യഥാർത്ഥവും തെളിയിക്കപ്പെട്ടതുമായ സുരക്ഷാ ഭീഷണിയില്ലെങ്കിൽ പരമ്പരാഗത മതാചാരങ്ങൾ വിലക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതിയിലും വിഷയം ഹൈക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ തയ്യാറായില്ല. ഹൈക്കോടതി പുറപ്പെടുവിച്ച ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ ഉത്തരവ് നിലനിൽക്കുകയായിരുന്നു. അതേസമയം ഹൈക്കോടതി ചുമത്തിയിരുന്ന പിഴത്തുക സുപ്രീം കോടതി കുറച്ചു നൽകി. കേസിന്റെ നിയമപരമായ പ്രാധാന്യം. ഈ ഒരു കേസ് ഒരു ദീപം തെളിയിക്കൽ ചടങ്ങിനെക്കുറിച്ചുള്ള തർക്കം മാത്രമായിരുന്നില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം, പൊതുസമാധാനം, സർക്കാർ ഇടപെടലിന്റെ പരിധി, പരമ്പരാഗത ആചാരങ്ങളുടെ സംരക്ഷണം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. കോടതികൾ വ്യക്തമാക്കിയ പ്രധാന സന്ദേശം: ഒരു മതാചാരം വിലക്കാൻ സർക്കാർ പൊതുവായ ആശങ്കകൾ മാത്രം ഉന്നയിച്ചാൽ മതിയാകില്ല. വ്യക്തവും വിശ്വസനീയവുമായ തെളിവുകൾ ആവശ്യമാണെന്ന് എന്നതാണ്. അല്ലാത്തപക്ഷം ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകേണ്ടി വരുമെന്ന് ഈ കേസിലെ വിധികൾ സൂചിപ്പിക്കുന്നു. കേസിന്റെ പ്രധാന കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കിയാലോ? തിരുപ്പുറംകുൻട്രം മലയിലെ കാർത്തിക ദീപം തെളിയിക്കുന്ന ആചാരവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ്. നിയമം സമാധാനം പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്നത്തെ മുൻ തമിഴ്നാട് സർക്കാർ, സ്റ്റാലിൻ സർക്കാർ അനുമതി നിഷേധിച്ചു. തുടർന്ന് ഹർജിക്കാരെ അനുകൂലിച്ച് മദ്രാസ് ഹൈക്കോടതി ദീപം തെളിയിക്കാൻ അനുമതി നൽകി. എന്നാൽ ഈ സർക്കാരിന്റെ അപ്പീലും ഡിവിഷൻ ബെഞ്ച് തള്ളി. അതായത് ഇപ്പോൾ ഈ അപ്പീൽ നൽകിയത് ആരാണ്? നമ്മുടെ വിജയ് സർക്കാരാണ്. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ തയ്യാറായില്ല. മതസ്വാതന്ത്ര്യവും പൊതുസമാധാനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള സുപ്രധാന നിയമപരമായ ചർച്ചയായി ഈ കേസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. തിരുപ്പുറംകുൻട്രം ദീപം തെളിയിക്കൽ കേസ് മതാചാരങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ, സർക്കാരിന്റെ അധികാരപരിധി എന്നിവയെക്കുറിച്ചുള്ള സമീപകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ നിയമവിവാദങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരുപ്പുറംകുൻട്രം ദീപം തെളിയിക്കൽ കേസ് ഒരു ആരാധനാ ചടങ്ങിനെക്കുറിച്ചുള്ള തർക്കം മാത്രമല്ല. ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസം, പൈതൃക സംരക്ഷണം, നിയമവാഴ്ച എന്നിവയിലെല്ലാം ഒരുപോലെ സ്പർശിക്കുന്ന വിഷയമാണിത്. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറാകാതിരുന്നതോടെ മുരുകഭക്തരുടെ ആചാരാവകാശത്തിന് വലിയ നിയമപരമായ പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. ഇനി കേസിന്റെ അന്തിമ വിധിക്കായി രാജ്യം കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിച്ച സുപ്രീം കോടതിയുടെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം വിശകലനങ്ങളും ഏറ്റവും പുതിയ വാർത്തകളും ആദ്യം ലഭിക്കാൻ നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും അമർത്തുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.